إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. 45-ാമത്തെ സൂറത്തായ സൂറത്തുൽ ജാഥിയയുടെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോക്കി മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയാണ്. അഫറഅയ്ത, പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ കണ്ടുവോ? മൻ, ഒരു വിഭാഗം ആളുകളെ കണ്ടു. എന്താണ് അവിടെ പ്രത്യേകത? ഖുർആൻ വ്യക്തമാക്കുന്നു, ഇത്തഖദ, അവർ സ്വീകരിച്ചിരിക്കുന്നു, ഇലാഹഹു, അവരുടെ ഇലാഹായിട്ട് ഹവാഹു, അവരുടെ ദേഹേച്ഛകളെ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോക്കിക്കാണാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ, ശരിയായ അറിവോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അങ്ങേയറ്റം പിഴവിലാക്കുകയാണ്. വഖതമ അലാ സമഇഹി വഖൽബിഹി, അതുപോലെ തന്നെ അവന്റെ കാതിനും ഖൽബിനും അല്ലാഹു സുബ്ഹാനഹു തആല മുദ്ര വയ്ക്കുകയാണ്. വജഅല അലാ ബസരിഹി ഗിശാവ, അതുകൂടാതെ അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മൂടിയിടുകയും ചെയ്തിരിക്കുന്നു. ശേഷം അല്ലാഹു ചോദിക്കുന്നു, ഫമൻ യഹ്ദി മിൻ ബഅദില്ല, ഇതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെതിരിൽ ഈ ഒരു നടപടിക്രമം സ്വീകരിച്ചതിന് ശേഷം അവരെ ഹിദായത്തിലാക്കാൻ ആരാണുള്ളത്? അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയും ചെയ്യും. ഇവിടെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ലബ്ധിക്ക് ശേഷമുള്ള ദഅവത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇബാദത്തുകൾ എന്ന് നാം പൊതുവിൽ പറയപ്പെടുന്ന നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലയളവ്,
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമുള്ള ഏതാണ്ട് ഒരു 13 വർഷത്തെ കാലഘട്ടമാണ്. ആ ഒരു നീണ്ട കാലയളവിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പരിശീലിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ചരിത്രപരമായി നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, അല്ലാഹു അല്ലാതെ ജീവിതത്തിൽ ഒരു ഇലാഹും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന്റെ കേവല തത്വത്തിനപ്പുറം അതിന്റെ പ്രായോഗികവൽക്കരണത്തിന്റെ ശരിയായ ഒരു പരിശീലനത്തിന്റെ കാലഘട്ടമായിട്ടാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഉത്ബയും ഷൈബയും ആസിഫ് ബിൻ വായിലിനെ പോലുള്ള മക്കയിലെ നേതാക്കന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് താങ്കളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണം, എന്നാൽ മാത്രമേ ഈ മക്കയിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം. കാരണം മക്കയിലുള്ള കഅബയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ലാത്ത ഉസ്സ അടക്കമുള്ള വിഗ്രഹങ്ങളെ 100% തള്ളിപ്പറയുന്ന ഒരവസ്ഥ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ മക്കയിൽ പ്രത്യേകിച്ചും ഖുറൈശികളായ ഒരു ഗോത്രമായി ജീവിക്കുന്ന നമുക്കിടയിൽ, അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് ഒരു സമാധാനപരമായ ഒരു ചർച്ചയും ഒരാശയവും നമുക്കിടയിൽ രൂപപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലയ്ക്ക് ഒരു സമാധാന ചർച്ചയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ചും നമുക്കൊക്കെയും സുപരിചിതമായിട്ടുള്ള സൂറത്തുൽ കാഫിറൂനിന്റെ അവതരണ പശ്ചാത്തലം അഥവാ സബബ് നുസൂലിന്റെ സാഹചര്യം അവിടെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. അവിടെ നാം അതൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് മറുപടിയായി പറയുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ്. മുഫസ്സിറുകളായ ഉലമാക്കൾ 2 സൂറത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ചില വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ കാഫിറൂനാണ്, മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള വിശദീകരണമാണ് ഈ 2 സൂറത്തുകളും എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്. അല്ലാഹു എന്താണ് അല്ലെങ്കിൽ ഇലാഹ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് സൂറത്തുൽ ഇഖ്ലാസ് ആണ് അതിന്റെ മറുപടി. അതേ അവസരത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൃത്യമായ വിശദീകരണമാണ് സൂറത്തുൽ കാഫിറൂൻ. അല്ലാഹുവിനെയാണ് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് മറ്റൊന്നും കൂടിച്ചേരാൻ പാടില്ല. അങ്ങനെ ഏതൊരു സമാധാനത്തിന് ചർച്ചയായിരുന്നാലും അതിൽ കൂട്ടിക്കലർത്തലുകൾ ഒരു നിലയ്ക്കും ഉണ്ടാകാൻ പാടില്ല. അതല്ലാത്ത ഒരു സമാധാനത്തിന്റെ വഴികളാണ് ഇസ്ലാം വ്യക്തമാക്കുന്നത്. അവിടെയാണ് ക്രൈസ്തവത യൂറോപ്പിൽ വൈജ്ഞാനിക ലോകത്തും ശാസ്ത്രരംഗത്തും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ജോർജ് ഹോളിയോക്കിനെ പോലുള്ള ഒരു ചിന്തകൻ, ഒരു ഫിലോസഫർ അവിടെ മതേതരത്വം അല്ലെങ്കിൽ അത്തരം ഒരു ആശയങ്ങളെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം മതം എന്നുള്ളത് ജനങ്ങളുടെ സാധാരണ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റി അത് ആരാധനാലയങ്ങളിൽ മാത്രം ഒതുക്കി കൂട്ടുന്ന അല്ലെങ്കിൽ ചുരുക്കുന്ന ഒരവസ്ഥയാണ് സെക്യുലറിസം പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതേ സെക്യുലറിസത്തിന്റെ ഒരു പൗരാണികമായ ഒരു തലമാണ് ഈ ഷൈബയും ഉത്ബയും അതുപോലെ തന്നെ ആസിഫ് ബിൻ വായിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തുന്ന ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആധുനികമായ ഭാഷയിൽ നിങ്ങൾ സെക്യുലറിസം നടപ്പിലാക്കണം ഈ മക്കയിൽ, എന്നാൽ മാത്രമേ സമാധാനപരമായി നമുക്ക് സാധ്യമാവൂ എന്നുള്ള നിലയ്ക്കാണ്. സാധാരണ ജീവിതം സാധാരണ പോലെ അങ്ങ് പൊയ്ക്കോട്ടെ, അതിലേക്ക് മതം കൂട്ടിക്കലർത്തേണ്ടതില്ല. നമ്മുടെ കച്ചവട ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സാമൂഹിക രംഗം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ഈ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് മതത്തെ അടർത്തി മാറ്റണം.
അതിനെ കേവലം നമസ്കാരങ്ങളും മറ്റുള്ള നോമ്പും അങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ മാത്രം കേന്ദ്രീകൃതമായിട്ട് നമുക്ക് വെച്ചാൽ അതിനപ്പുറത്തേക്ക് മതത്തിന് സ്ഥാനമില്ല എന്നുള്ള ഒരു ആശ. പലപ്പോഴും ലോകത്ത് നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളും അതിനെ പ്രായോഗികവൽക്കരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്യുലറിസത്തിന് വലിയ വേരോട്ടം ഉണ്ടായി. അതിന്ന് രാഷ്ട്രീയ രംഗത്ത് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെക്യുലറിസത്തിന്റെ ഒരു ചെറിയൊരു മേഖലയെ കുറിച്ചല്ല സൂചിപ്പിച്ചു വന്നത്. മതത്തിന്റെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നിന്നും മാറ്റിയിട്ട് അത് കേവലം ആരാധനാലയങ്ങളിൽ മാത്രം ഒതുക്കിക്കൂട്ടുക. അതിനപ്പുറത്തേക്ക് കച്ചവടത്തിൽ മതം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈരാറ്റുപേട്ടയിൽ എങ്ങനെയാണോ നമ്മുടെ മാർക്കറ്റുകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് അതേ നിലയ്ക്ക് തന്നെ അത് തുടർന്നോട്ടെ. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അതിവിധേയമായിക്കൊണ്ടേയിരിക്കണം. അവിടെ ഇസ്ലാമികമായ ഒരു കച്ചവട നിയമത്തെ കുറിച്ച് പറഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു മാനസികാവസ്ഥയാണ്. മാതാപിതാക്കൾ മക്കളോട് പെരുമാറേണ്ടത് പരമ്പരാഗതമായി അവരുടെ മാതാപിതാക്കളിൽ നിന്നും സ്വീകരിച്ചു വരുന്ന ഒരു ശൈലിയായിരിക്കണം. അല്ലാതെ ഒരു ഇസ്ലാമിക് പാരന്റിങ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയൊന്നും അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഭാര്യാഭർത്ത ബന്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ എന്റെ മാതാപിതാക്കൾ പരസ്പരം എങ്ങനെയാണോ പെരുമാറിയത് ആ രൂപത്തിൽ തന്നെയാണ് ഞാനും പെരുമാറാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പഠനത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഈ നിലയ്ക്കുള്ള ഒരു ചിന്താഗതി, പുതിയ പഠനങ്ങളില്ല, പുതിയ അന്വേഷണങ്ങളില്ല, ഒന്നുമില്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനം തന്നെ ആരംഭിക്കുന്നത് നമസ്കാരത്തിന്റെ ഫർദ്, ഷർത്ത്, സുന്നത്ത് എന്നീ നിലയ്ക്കാണ്. അതിനപ്പുറത്തേക്ക് ഷഹാദത്തിനെ കുറിച്ച് കാര്യമായ ചർച്ചകളില്ല. നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ആ രൂപത്തിലാണ്, പാഠപുസ്തകങ്ങളൊക്കെ ആ രൂപത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഷഹാദത്തിനെ കുറിച്ചുള്ള ചർച്ചയില്ല. എന്നാൽ ചരിത്രപരമായി നാം മനസ്സിലാക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നിന്റെ ജീവിതത്തിൽ ഒരു പ്രവാചകൻ എന്നുള്ള നിലയ്ക്കുള്ള അവിടുന്നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വർഷം മാറ്റിവെച്ചിട്ടുള്ളത് ഷഹാദത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട, അത്രമാത്രം പരിശീലനം നേടേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നിലയ്ക്കുമുള്ള നമ്മളുടെ പ്രതികരണങ്ങളിലും സമീപനങ്ങളിലും നമ്മൾ പറയാറുണ്ട്, അതെന്റെ താല്പര്യം അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ ചിന്തയ്ക്കനുസരിച്ച് അങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരുടെ, നമ്മളുടെ സ്വന്തം തോന്നലുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ഒരു മുഅ്മിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ച് കൃത്യമായ ഒരു മേഖലകൾ ഒതുങ്ങിക്കൂടാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ ഉദ്ഖുലൂ ഫി സിൽമി കാഫ, നിങ്ങൾ സമ്പൂർണമായ അർത്ഥത്തിൽ സിൽമിൽ നിങ്ങൾ പ്രവേശിക്കണം. അതിൽ നിന്നും ഒരു നിലയ്ക്കും പുറത്തു പോകാൻ പാടില്ല. അപ്പൊ സിൽമിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. സിൽമിന്റെ പുറത്ത് ചാടാനുള്ള ഒരു അനുമതി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്താണ് സിൽമ് എന്ന് പറഞ്ഞാൽ? സമ്പൂർണമായ അനുസരണമാണ്. അവിടെ അനുസരിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ്, മറ്റൊന്നിനെയും അനുസരിക്കാൻ പാടില്ല. അവിടെ എന്റെ തോന്നലുകൾക്ക് സ്ഥാനമില്ല, എന്റെ ചിന്തകൾക്കും സ്ഥാനമില്ല, എന്റെ കാഴ്ചപ്പാടുകൾക്കും സ്ഥാനമില്ല. അതെല്ലാം അള്ളാഹുവിന്റെ താല്പര്യങ്ങളോടും ഖുർആന്റെ ആയത്തുകളോടും യോജിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതേസമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടും യോജിച്ചു വരുന്നുവെങ്കിൽ അത് കുഴപ്പമില്ല. അല്ലാത്ത അതിന് എതിര് നിൽക്കുന്ന രൂപത്തിലുള്ള എന്റെ താല്പര്യങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. അതാണ് സമ്പൂർണമായ സിൽമിലുള്ള പ്രവേശനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ചാണെങ്കിലോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയുള്ള ആളുകളെയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്ന ആളുകളെ, പ്രവാചകരെ താങ്കൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് 42-ാമത്തെ സൂറത്തായ സൂറത്തുൽ ജാസിയയിലെ 22-ാമത്തെ ആയത്ത് ഇവിടെ ആദ്യം തന്നെ ഓതി വെക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാനുള്ള, പറയാനുള്ള ഒരു സാധ്യത ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലും മുഅ്മിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് തീരെ സ്ഥാനമില്ല. എനിക്ക് ദേഷ്യം വരുന്നു, ആ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. എനിക്കിപ്പോ ഇങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത്, അങ്ങനെ ചെയ്യാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല.
ഞാൻ എന്ത് ചിന്തിക്കണം, എനിക്ക് എന്ത് തോന്നണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള വിഷയത്തിൽ സംസാരിക്കേണ്ടത് അള്ളാഹുവാണ്, അല്ലെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനപ്പുറത്തേക്ക് എന്റെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ താല്പര്യങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രത്യേകമായ ഒരു ഇലാഹിനെ അവൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ഇലാഹിന്റെ പേര് ഹവ എന്നാണ്. ഹവ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം താല്പര്യം എന്നാണ്. അപ്പൊ ഇവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 13 വർഷക്കാലം, നീണ്ട 13 വർഷക്കാലം സഹാബത്തിനെ പരിശീലിപ്പിച്ചത്. അപ്പൊ ബദർ യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ സഹാബത്തിനെ സംബോധന ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതിനേക്കാൾ വലിയ ഒരു യുദ്ധമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ്. സഹാബാക്കൾ അമ്പരന്ന് പോയി. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയൊരു യുദ്ധമോ? അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ആളുകളും സ്വന്തം ദേഹേച്ഛയോട് ചെയ്യേണ്ട യുദ്ധത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. കാരണം വിജയശ്രീലാളിതനായി നിങ്ങൾ മദീനയിലേക്ക് മടങ്ങുകയാണ്. വലിയൊരു ആരാധനയോടുകൂടിയാണ്, ഒരു വീരപരിവേശത്തോടു കൂടിയാണ് നിങ്ങൾ മദീനയിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ സ്വാഭാവികമായി ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ ശേഷി, ഞങ്ങളുടെ ശക്തി എന്നിങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ചിന്തകളെല്ലാം 100% മാറ്റിയെടുക്കണം. അത് വലിയൊരു യുദ്ധമാണ്, വലിയൊരു ജിഹാദാണ്. ഇതെന്റെ കഴിവല്ല, ഇതെന്റെ പ്രാപ്തിയല്ല, ഇത് അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്നും ഉണ്ടായത് മാത്രമാണ്. ശക്തിയും കഴിവും ശേഷിയെല്ലാം അള്ളാഹുവിന്റേത് മാത്രമാണ്, എനിക്കൊന്നുമില്ല. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ജിഹാദിലൂടെ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചത്. പലപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ ആരാടാ ഉള്ളത്? അല്ലെങ്കിൽ ഞാൻ എന്റെ സമൂഹത്തിനിടയിൽ പലപ്പോഴും ജീവിക്കുന്ന അങ്ങനെയാണ്. ഞാൻ എന്നുള്ളതിന് വലിയധികം പ്രാധാന്യം കൊടുക്കുന്നു, അതിനനുസൃതമായി ഞാൻ സംസാരിക്കുന്നു. ഞാൻ എന്നുള്ള ഭാവത്തെ ഉയർത്തിക്കാട്ടാനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുന്നു. തന്നെ വലുതായിട്ട് അവതരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ട് നമസ്കാരത്തിന് വേണ്ടി കൈ കിട്ടുമ്പോൾ ഒരു ശുദ്ധ കളവും പ്രഖ്യാപിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ആ നമസ്കാരത്തിലേക്ക് കയറുന്നത് വരെയും നമസ്കാരത്തിൽ നിലകൊള്ളുമ്പോഴും ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയിൽ കഴിഞ്ഞുകൂടുന്ന ഞാൻ വെറുതെ ഒരു മന്ത്രണം എന്നോണം അല്ലാഹു അക്ബർ എന്നുള്ള വലിയൊരു കളവ് പ്രഖ്യാപിക്കുക ചെയ്യുക. പ്രിയമുള്ളവരെ, ഇതിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിലൂടെ നമ്മളോട് വ്യക്തമാക്കുന്നത് അല്ലാഹുവാണ് ഏറ്റവും വലുത്, അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. എന്നിട്ടും ഒരാൾ സ്വന്തം ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നു, വഅല്ലല്ലാഹു അലാ ഇൽമിൻ, അല്ലാഹു അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ പിഴവിലാക്കുന്നു. അവന്റെ കണ്ണും കാതും കൽബും ഒക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. സത്യത്തെ മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവനുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ല, അല്ലാഹുവിന് ശേഷം ആരാണ് അവർക്ക് ഹിദായത്ത് കൊടുക്കാനുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ശേഷമുള്ള ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവിടുത്തിലോടുള്ള നിലപാട് എന്താണെന്ന് അറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ലാ ദഹർ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യظنون. ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം മാത്രമാണ്. അതല്ല എന്ന് പറയുമെങ്കിലും, ഒരു മതപരമായ താല്പര്യത്തിന്റെ പുറത്ത് അല്ല എന്ന് പറയുമെങ്കിലും, അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടും താല്പര്യവും അതാണ്. ഈ ലോകത്തെ ജീവിതമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ഒരു ചിന്തയാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ, അള്ളാഹുവിനെ തന്നെ, അള്ളാഹു മാത്രമേ ഇലാഹായിട്ടുള്ളൂ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും സംസാരിച്ചാൽ ഉടൻ തന്നെ അവർ പറയും, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇൻ കാദ ലയുളില്ലുന അൻ ആലിഹതിന ലൗല അൻ സബർന അലൈഹാ ഫസൗഫ യഅലമുന ഹീന യറൗന അൽഅദാബ് മൻ അളല്ലു സബീല. അല്ലാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളൂ, സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യമില്ല. അല്ലാഹുവും റസൂലും അല്ലാത്ത മറ്റുള്ള ചിന്തകൾക്കോ ആശയങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും ഇസ്ലാമിലില്ല എന്നൊക്കെ പറയുമ്പോ, ഇത് പറയുന്ന ആളുകളെ കുറിച്ച് മറ്റുള്ള ആളുകൾ പറയും, സ്വന്തം ഹവായെ ഇലാഹാക്കിയ ആളുകൾ പറയും, ഇൻകാദല യുളില്ലുന അൻ ആലിഹത്തിന, നമ്മളുടെ ഇത്തരം ഇലാഹി ചിന്തകളിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം, നല്ല ക്ഷമയോടുകൂടി
സ്വന്തം ഹവായെ ഇലാഹാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്തിൽ കയറി സംസാരിക്കുകയാണ്, ഫസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ്. അവർ ശിക്ഷകൾ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൻ അളല്ലു സബീല, ആരായിരുന്നു ഏറ്റവും കൂടുതൽ വഴി തെറ്റിയവനെന്ന്. അള്ളാഹു മാത്രമേ ഇലാഹായിട്ടുള്ളൂ. സ്വന്തം ദേഹേച്ഛകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ, ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള ഇടപെടലാണെങ്കിൽ, കച്ചവട ജീവിതത്തിലേക്കുള്ള ഇടപെടലാണെങ്കിൽ, അപ്പോഴെന്ത് ചെയ്യും? അതിനെ എതിർത്തുകൊണ്ട് ഹവായെ ഇലാഹാക്കിയ ആളുകൾ പറയും, നമ്മളെയൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, പുതിയ ചില ചിന്താഗതികളുമായി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ അങ്ങേയറ്റം വഴിതെറ്റിയവനായി പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ്, ശിക്ഷ നേരിട്ട് കാണുമ്പോൾ അറിയാം ആരാണ് വഴിതെറ്റിയത് എന്ന്. അതിനുശേഷം വീണ്ടും, ഇത് സൂറത്തുൽ ഫുർഖാനിലുള്ള ഒരായത്താണ്, 42-ാമത്തെ ആയത്ത്. അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 43-ാമത്തെ ആയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ജാസിയയാണ്, ഇത് സൂറത്തുൽ ഫുർഖാനാണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ കണ്ടോ സ്വന്തം ഹവയെ ഇലാഹാക്കുന്ന ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഫ അൻത തകൂന അലൈഹി വക്കീല, അവന്റെ കാര്യത്തിന് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു വക്കീലായി ചുമതല ഏൽപ്പിക്കപ്പെട്ടവനാക്കേണ്ടതിന് പകരം ഇവരെന്ത് ചെയ്യാണ്? സ്വന്തം തന്നെ അത് ഏറ്റെടുക്കുകയാണ്. ഞാനാണ് എല്ലാത്തിനും പോന്നവൻ എന്നുള്ള ഒരു ചിന്ത. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഏതെങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളെ മാത്രം ഒരു മുശ്രിക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരെ മുശ്രിക്ക് എന്ന് വിളിക്കാനുള്ള കാരണം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അള്ളാഹുവിൽ നല്ല വിശ്വാസമായിരുന്നു. അത് വ്യക്തമാക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് സ്വന്തം ഹവയെ കൂടി എന്ത് ചെയ്യണം? ഇലാഹിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണം. അത്തരം അന്ധമായ ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അത് നമ്മെ എന്ത് ചെയ്യും? ആദ്യം ഒരു മുനാഫിഖാക്കി പിന്നീട് ഒരു മുശ്രിക്കാക്കി നമ്മളെ മാറ്റുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് ഖുർആനും ഹദീസും നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല തിരിച്ചറിവ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. 18-ാമത്തെ സൂറത്തുൽ കഹഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. മലായികത്തുകളോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് മാത്രം അതിൽ നിന്നും മാറി നിന്നു. അവൻ ജിന്നിൽ വർഗത്തിൽപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ നിഷേധിച്ചു കളഞ്ഞു. ഇവിടെ ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഇബ്ലീസ് എന്തുകൊണ്ട് പിഴച്ചുപോയി എന്നതിനെ കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ആദരണീയമായ ഒരു സ്ഥാനമായിരുന്നു അതുവരെ അള്ളാഹുവിന്റെ അടുക്കലും മലായികത്തുകളുടെ അടുക്കലും ഉണ്ടായിരുന്നത്. എന്നാൽ ആദം നബി അലൈഹി സ്വലാമിയെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞ മാത്രയിൽ ഇബ്ലീസിന്റെ സ്വന്തം താല്പര്യങ്ങൾ പ്രവർത്തിച്ചു. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. ഇബ്ലീസ് സ്വന്തം കാഴ്ചപ്പാടിലേക്ക് തിരിഞ്ഞു. ഞാനെങ്ങനെ ആദമിനെ സുജൂദ് ചെയ്യും? കാരണം ഞാൻ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. പഞ്ചഭൂതങ്ങളിൽ മണ്ണിനേക്കാളും സ്ഥാനം അഗ്നിക്കാണുള്ളത്. അതുമല്ല, ഒരു മനുഷ്യനേക്കാളും ധാരാളം ശേഷികൾ ഉള്ളവനാണ്. അങ്ങനെയുള്ള ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് താൻ. താൻ എങ്ങനെ കേവലം ഒരു മനുഷ്യനെ സുജൂദ് ചെയ്യും?
ഇതായിരുന്നു ഇബ്ലീസിന്റെ പ്രശ്നം. കാരണം ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആ ഒരു സന്ദർഭത്തിലാണ് എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്ലീസുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത്. അതായത് ഇബ്ലീസ് നിരസിച്ചു, അവൻ അഹങ്കാരം കാണിച്ചു, അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? കാഫിരീങ്ങളിൽപ്പെട്ടവനായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എപ്പോഴാണ് കാഫിറായി മാറിയത്? എപ്പോഴാണ് അഹങ്കാരി എന്ന് ഖുർആൻ വിളിച്ചത്? സ്വന്തം ഹവയെ ഇലാഹാക്കി മാറ്റിയപ്പോഴാണ്. അള്ളാഹു മാത്രമേ ഇലാഹാകാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് മാത്രമേ സ്വന്തം ജീവിതത്തിൽ പ്രാധാന്യമുണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഇബ്ലീസ് എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കൽപ്പനകൾക്കപ്പുറം ചിന്തിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കപ്പുറം സ്വന്തം തീരുമാനമെടുത്തു. അതോടുകൂടി എന്ത് ചെയ്തു? ഇബ്ലീസ് അവിടെ ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, അഫതത്തഖിദൂനഹു, അവനെയാണോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അവന്റെ നിലപാടാണോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? വദുർരിയതഹു, അവന്റെ സന്താനങ്ങളുടെ നിലപാടാണോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? ഏത് നിലയ്ക്കാണ്? ഔലിയ, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയത്തിൽ ഒരു ഔലിയ ആയി ഇബ്ലീസിന്റെയും അവന്റെ സന്താനങ്ങളെയും ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ അവരോധിച്ചുവോ? മിൻ ദൂനി, എന്നെ കൂടാതെ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അത് ചോദിക്കുകയാണ്, എന്നെ കൂടാതെ എന്റെ സ്ഥാനത്തേക്ക് ഇലാഹായി ഞാൻ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ആ ഒരു ഉലൂഹിയത്തിന്റെ സ്ഥാനത്തേക്ക് ഇബ്ലീസിനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? ഒരു കാര്യം മനസ്സിലാക്കണം, വഹും ലക്കും അദു, അവൻ നിങ്ങൾക്ക് ശത്രുവാണ്. അവന്റെ താല്പര്യങ്ങളെയോ അവന്റെ ചിന്താഗതികളെയോ അവന്റെ ധാരണകളെയോ നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. അവൻ നിങ്ങൾക്ക് ശക്തമായ എതിരാണ്. ഒരു കാരണവശാലും പകരം ആ ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ മോശമായ ഒരു കാര്യമാണ്. അള്ളാഹുവിന് പകരം ഉലൂഹിയത്തിന്റെ സ്ഥാനത്തേക്ക് പൈശാചിക പ്രേരണകളെ എടുക്കുന്നുവെങ്കിൽ, കാരണം ഹവയിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ പൈശാചിക പ്രേരണകളാണ്. എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ എന്നുള്ള നിലയ്ക്കുള്ള അഹങ്കാരത്തിന്റെ ശൈലികൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന സമീപനങ്ങൾ ഓരോ മനുഷ്യനിലും ഉണ്ടാകുന്നുവെങ്കിൽ അവന്റെ ഹവയാണ് അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവർ, എന്തുമാത്രം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. വൈകാരികമായ വേലിയേറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് പകരം പൈശാചികമായ താല്പര്യങ്ങളെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ, അത്തരം താല്പര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവിടെ 100% പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹവയാണ്, സ്വന്തം താല്പര്യങ്ങളാണ്, ദേഹേച്ഛകളാണ്. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? അത് ഇബ്ലീസിന്റെ താല്പര്യങ്ങളെ അവൻ സ്വീകരിച്ചത് കൊണ്ടാണ്. അതിന്റെ കുഴപ്പമാണ് അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നു, മാ തഹത്ത വല്ലിസ്സമാ ഇലാഹു യുഅബദു അഅലമു ഇൻദല്ലാഹി മിൻ ഹവാ മുത്തബിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ തഹത്ത വല്ലിസ്സമാ വല്ലിസ്സമാ ഇലാഹുൻ, അതായത് ആകാശത്തിന്റെ താഴെയുള്ള ഇലാഹുകളിൽ യുഅബദു അഅലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭീകരമായ ഒരു വിഷയം, അതായത് ആരാധനയുടെ വിഷയത്തിലുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു ഭാഗം മിൻ ഹവൻ മുത്തബിഇൻ, സ്വന്തം ദേഹേച്ഛയെ ഒരാൾ പിൻപറ്റുന്നതും അതിനെ ആരാധിക്കലുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നു. അതായത് സ്വന്തം ഹവയെ ഒരാൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിന്റെ താഴെയുള്ള ഒരു ഇലാഹിനെ സ്വീകരിക്കലാണ്, അല്ലെങ്കിൽ അതിനെ ആരാധിക്കലാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലുമൊക്കെ തൗഹീദിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഖബറുകളെ ആരാധിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ലെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രകടമായ വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ സമ്പൂർണ്ണ മുവഹീദാണ് എന്ന് പറയാൻ വരട്ടെ എന്നാണ് ഈ ഹദീസുകളും ഖുർആൻ ആയത്തുകളും ഒക്കെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്കും മാതൃകായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യങ്ങൾക്കും അപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്ക് നീ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരു മുവഹീദാണ് എന്ന് നിന്നെ കുറിച്ച് പറയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇവിടെ വ്യക്തമാക്കുന്നു മറ്റൊരു വലിയൊരു മുഫസ്സിർ, ഒരു മുഹദ്ദിസായ ഒരു ഉലമ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തമാക്കുന്നു, ഇന്നൽ മുശ്രിക് യസ്ജുദു ലിശംസി വൽ ഖമർ മിൻ ദൂനില്ലാഹ്. ഒരു മുശ്രിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവനായേക്കാം. ഇന്നൽ മുനാഫിഖ് ഇൻദ ഹവാ. അതേസമയത്ത് ഒരു മുനാഫിഖ് എന്ന് പറഞ്ഞാലോ അവന്റെ സ്വന്തം ഹവായെയാണ് അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം താല്പര്യങ്ങൾക്കാണ് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നീടുള്ള തുടർന്നുള്ള ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ മേൽപ്പറയപ്പെട്ട ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് സൂറത്തുൽ ഫുർഖാൻ നമ്മൾ ഓതപ്പെട്ട ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ എന്നുള്ള ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അവിടുത്തെ ആശയത്തിൽ നിന്നും മഹത്തുക്കൾ പറയുന്നു. ആ നിഫാഖിൽ നിന്നും വീണ്ടും നമ്മൾ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? ശിർക്കിലേക്ക് തന്നെയാണ്. അപ്പോ ശിർക്കിൽ നിന്നും സമ്പൂർണമായി എനിക്ക് മോചനം നേടണം, ഒരു മുവഹിദായിട്ട് എനിക്ക് ജീവിക്കണം, ഒരു മുവഹിദായിട്ട് തന്നെ എനിക്ക് മരിക്കണം, എനിക്ക് ഷഹാദത്ത് ചൊല്ലി തന്നെ മരിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങേയറ്റം പരീക്ഷണം നേരിടുന്ന ആ ഒരു മരണത്തിന്റെ വേളയിൽ സ്വന്തം താല്പര്യങ്ങൾ വലിയൊരു ഇലാഹിന്റെ രൂപം പൂണ്ട് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമെന്നും ആ ഉലൂഹിയത്തിന്റെ ചിന്തകളെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇലാഹാക്കിക്കൊണ്ട് ലാ ഇലാ അള്ളാഹ് അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്നും ഹവായെ അഥവാ സ്വന്തം ദേഹേച്ഛകളെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവൻ അങ്ങേയറ്റം പരിശ്രമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈ ഖുർആനായത്തും ഹദീസും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ നിലയ്ക്ക് ഒരു മുവഹിദായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഖബറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാന സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന ഷഹീദിന് പ്രതിഫലം കൊടുത്ത് അവരെയൊക്കെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിലൂടെ വഴിയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.